നമസ്കാരം, ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി ചെട്ടിപ്പടി കൊടക്കാട് ബൈക്ക് പോസ്റ്റിലിടിച്ച് ഒരാൾക്ക് പരിക്ക്. പരപ്പനങ്ങാടി സ്വദേശി ഷഫാഫിനാണ് പരിക്കേറ്റത്. തിരൂർ വെട്ടം ചെറുപ്പിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഡ്രൈവർ കൽപ്പകഞ്ചേരി കല്ലിങ്ങപ്പറമ്പിൽ സ്വദേശി കരുവായിപ്പറമ്പിൽ കറുപ്പന്റെ മകൻ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റ് ഗുരുതര പരിക്കേറ്റത്. സംഭവത്തിൽ തൃശൂർ ചെറുതുരുത്തി സ്വദേശി തച്ചക്കത്ത് അബ്ദുൾ ഷഫീഖിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടായി പറവണ്ണ ബദാം ബീച്ചിനടുത്ത് വ്യത്യസ്ത സമയങ്ങളിലായി 2 ഭീമൻ നീലത്തിമിംഗലങ്ങൾ ചത്ത് കരക്കടിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയാണ് വേളപുരം ഭാഗത്ത് ഭാഗികമായി ജീർണിച്ച തിമിംഗലം ആദ്യം കരക്കടിഞ്ഞത്. രാത്രി 8ഓടെ പൂർണ്ണമായും ജീർണിച്ച മറ്റൊരു തിമിംഗലം ബദാം ബീച്ചിന്റെ വടക്കുവശത്ത് കരക്കടിഞ്ഞു. പൊന്നാനി ഭാരതപ്പുഴയിൽ ഉല്ലാസ ബോട്ടുകൾ സർവീസ് നടത്തുന്നത് മതിയായ രേഖകളില്ലാതെയെന്ന് കണ്ടെത്തൽ. പ്രാദേശിക ബോട്ട് സുരക്ഷാ കമ്മിറ്റി നടത്തിയ പരിശോധനയിലാണ് ബോട്ടുകൾക്ക് മതിയായ രേഖകൾ ഇല്ലെന്ന് കണ്ടെത്തിയത്. പൊന്നാനിയിൽ സർവീസ് നടത്തുന്ന 23 ഉല്ലാസ ബോട്ടുകൾക്കൊന്നിനും പൂർണ്ണമായ അനുമതിപത്രമോ രേഖകളോ ഇല്ല. തിരൂർ ജില്ലാ ആശുപത്രിയിലെ വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മരവിപ്പിച്ചു. വിവിധ സംഘടനകൾ പ്രതിഷേധമുയർത്തുന്നതിനെ തുടർന്നാണ് നടപടി. കാഷ്വാലിറ്റി ടിക്കറ്റ് വർധനവടക്കമുള്ള നിരക്കാണ് HMC തീരുമാനപ്രകാരം തൽക്കാലം മരവിപ്പിച്ചത്. തവരാപ്പറമ്പ് GLP സ്കൂളിലെ പ്രീ പ്രൈമറിയായ N അസ്മാബിക്ക് ശമ്പളം ലഭിച്ചിട്ട് 2 വർഷം പിന്നിട്ടു. കാവനൂർ പഞ്ചായത്തിലെ തവരാപ്പറമ്പ് സ്വദേശി N അസ്മാബിയെ സർക്കാർ നിർദ്ദേശപ്രകാരം 2 വർഷം മുമ്പാണ് ഒഴിവ് വന്ന പ്രീ പ്രൈമറിയായ ഒഴിവിലേക്ക് സ്കൂൾ PTA നിയമിച്ചത്. രേഖകളെല്ലാം അധികൃതർ വേഗത്തിൽ കൈമാറിയെങ്കിലും അസ്മാബിക്ക് ഇപ്പോഴും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ശമ്പളം നൽകാൻ തയ്യാറായിട്ടില്ല. വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധന തുടങ്ങി. പരിശോധന 1 മാസത്തോളം നീണ്ടു നിൽക്കും. 4 ഇടങ്ങളിലെ മണ്ണാണ് പരിശോധിക്കുന്നത്. വാണിയമ്പലം അങ്ങാടിയിൽ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 20.9 കോടി രൂപ അനുവദിച്ചിരുന്നു. കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ താൽക്കാലിക പ്രവർത്തന മാറ്റത്തിനുള്ള അന്തിമ ഒരുക്കം സെപ്റ്റംബർ 7 ചേരുന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. അതിനു മുന്നോടിയായി OP വിഭാഗം മാറ്റാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ ന്യായവില പരിശോധന പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ശ്രമം. നിലവിൽ ന്യായവില നടപടി അന്തിമഘട്ടത്തിലാണ്. ഇതോടുകൂടി ടുഡേ അറ്റ് മലപ്പുറം അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.